ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ടീച്ചർ ക്ലാസ് ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയി പോയായിരുന്നു. നമ്മൾ പിന്നെയും ക്ലാസ്സുകൾ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. അതിനു മുമ്പ് ടീച്ചറുടെ ക്ലാസ്സിൻ്റെ അവസാനം ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഒരു നോട്ടുണ്ട്. അതായത് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ നോട്ടാണ്. അതിന് 12 രൂപയാണ് വില വരുന്നത്. വേണ്ടവർ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഈ ക്ലാസ്സിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിലൊരു ചെറിയ സ്റ്റോറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വായിച്ചു തുടങ്ങാം അല്ലേ. ദ ബോയ് ആൻഡ് ദ ബേർഡ്. ഒരു ബോയും ഒരു ബേർഡും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തായിരിക്കും ബോയുടെയും ബേർഡിൻ്റെ കഥ നമുക്ക് നോക്കാം. ദിസ് ഈസ് റിങ്കു. All his friends have gone home from school. He is waiting for his father. നമ്മുടെ റിങ്കുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ആയിരിക്കുന്നത് റിങ്കു ആണ്. റിങ്കു ആരെ വെയിറ്റ് ചെയ്യാണ്? ഫാദറിനെ വെയിറ്റ് ചെയ്യാണ്. റിങ്കുവിൻ്റെ കൂട്ടുകാരെല്ലാവരും എങ്ങോട്ട് പോയി? വീട്ടിൽ പോയി. സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഇല്ലേ. നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ. കിയോ കിയോ. റിങ്കു ഹിയർഡ് എ സൗണ്ട്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. കിയോ കിയോ എന്ന് പറഞ്ഞൊരു സൗണ്ട് അവൻ എവിടുന്നോ ഹിയർഡ് കേട്ടു കേട്ടോ. ആ സൗണ്ട് കേട്ടു. ഇറ്റ് വാസ് എ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഒരു ചെറിയ പേടിൻ്റെ പക്ഷിയുടെ സൗണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് കേട്ടത്? പൈൽ ഓഫ് എ ഡ്രൈ ലീവ്സ് എന്ന് വെച്ചാൽ ഉണങ്ങിയ ഇലക്കൂമ്പാരത്തിൽ നിന്ന്. ഉണങ്ങിയ ഇലക്കൂമ്പാരത്തിൽ നിന്നാണ് നമ്മുടെ റിങ്കു ആ ബേർഡിൻ്റെ സൗണ്ട് കേട്ടത്. Ringo sat on his knees. He groped through the leaves. His hands trembled on a poor little bird. അവൻ എന്ത് ചെയ്തേ? നീസ് മുട്ടുകുത്തി അവിടെ ഇരുന്നല്ലേ. മുട്ടുകുത്തി ഇരുന്നിട്ടോ തപ്പിത്തടഞ്ഞു അല്ലേ. അവൻ ഇങ്ങനെ തപ്പുവാണ്. എന്തിനായിരിക്കും? ഇലകളിനകത്ത് നമ്മുടെ ബേർഡിൻ്റെ സൗണ്ട് കേട്ട് ഇലക്കൂമ്പാരത്തിൽ നിന്നല്ലേ. അപ്പോൾ തപ്പിത്തടഞ്ഞപ്പോൾ എന്ത് കിട്ടി? ട്രംബിൾഡ് ഓൺ എ പൂവർ ലിറ്റിൽ ബേർഡ്. ഒരു കുഞ്ഞി പക്ഷിയുടെ മേത്ത് അവൻ്റെ കൈ ഇടറി എന്നാണ് പറയുന്നത്. മിയാവ് മിയാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. Will it catch the chick? He worried. He threw a stone at the cat. അപ്പോൾ അവിടെ ആരെ കണ്ടു? ആരുടെ സൗണ്ടാണ് കേട്ടത്? മിയാവ് മിയാവ്. അങ്ങനെ കരയുന്ന ആരാ? അതെ, നമ്മുടെ പൂച്ചക്കൂട്ടിനാണ് കേട്ടോ. പൂച്ച അങ്ങനെ കരഞ്ഞൂലേ. റിങ്കു ഫെൽറ്റ്. അവൻ ഫീൽ ചെയ്തു, ആ സൗണ്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ പൂച്ച പക്ഷിക്കുഞ്ഞിനെ പിടിച്ചാലോ എന്ന് അവൻ പേടിച്ചു, വറീഡായി. അവൻ എന്ത് ചെയ്തു? പൂച്ചക്കുഞ്ഞിനെ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം. Ringo gently picked the baby bird. Where is its nest? Where is the mother bird? He listened carefully. Finally he located the tree. റിങ്കു എന്ത് ചെയ്തു? അതിനെ കുഞ്ഞി ബേർഡിനെ എടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് ഇതിൻ്റെ കൂട്? എവിടെയാണ് ഇതിൻ്റെ അമ്മ? അവൻ എന്ത് ചെയ്തു? ലിസൺ ചെയ്തു. ശ്രദ്ധയോടെ കേട്ടു. കെയർഫുള്ളായിട്ട് അവൻ കേട്ടു. ഫൈനലി അവസാനം അവൻ എന്ത് ചെയ്തു? ലൊക്കേഷൻ കണ്ടുപിടിച്ചു അല്ലേ. ഏത് ഒച്ച വരുന്നതെന്നല്ലേ. ഏത് ഒച്ചയാണ് വരുന്നത്, എവിടെ നിന്നാണ് ഒച്ച വരുന്നത് എന്ന് അവൻ പതുക്കെ ലിസൺ ചെയ്തു. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. ഹി ക്ലൈംബ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ദ ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അവൻ എന്ത് ചെയ്തു? പോക്കറ്റിൽ ആ കുഞ്ഞിക്കിളീനെ ഇട്ടു അല്ലേ. എന്നിട്ടോ ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കയറുക അല്ലേ. കയറി മേപ്പോട്ട് പോയി ടോപ്പ് ഓഫ് ദ ട്രീയുടെ അങ്ങറ്റം വരെ കയറിപ്പോയി. ഹി ഫെൽറ്റ്. അവൻ അവൻ വിചാരിച്ചു ബ്രാഞ്ചസ് എവിടേക്കാന്ന് അവൻ തപ്പി തപ്പി കറക്റ്റ് കൂട് അവൻ അവസാനം കണ്ടുപിടിച്ചു. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. കൂട്, നെസ്റ്റ് കൂട് കണ്ടുപിടിച്ചു. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. ദ ബേബി ബേർഡ് ചിർപ്ഡ് ഹാപ്പിലി. അവൻ എന്ത് ചെയ്തു? കൂടൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പോക്കറ്റിൽ കിടന്ന കുഞ്ഞിക്കിളിയെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കൂട്ടിനകത്തേക്ക് കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വച്ചു. അപ്പോൾ ബേബി ബേർഡ് എന്ത് ചെയ്തു? ചിർപ്ഡ് ഹാപ്പിലി. ഹാപ്പിയോടുകൂടി അത് ചിലച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ചിർപ്ഡ് ചിലയ്ക്കുക. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. എന്തു പറ്റി? അമ്മക്കിളി എന്ത് ചെയ്തു? ആ കുട്ടിയെ നോക്കി. താങ്ക്ഫുള്ളി അല്ലേ, നന്ദിയോടുകൂടി നോക്കി. ബട്ട് ഹീ കുഡിൻ സീ ദ ബേർഡ്. പക്ഷേ അവന് ആ പക്ഷിയെ കാണാൻ കഴിഞ്ഞില്ല.
ഹി വാസ് ബ്ലൈൻഡ്. അവനൊരു ബ്ലൈൻഡ് ആയിരുന്നു, അവന് കണ്ണ് കാണാൻ പറ്റില്ല, കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ റിങ്കുവിന് കാഴ്ച ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവൻ അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഒരു കുഞ്ഞിക്കിളി കരയുന്ന സൗണ്ട് അവൻ കേട്ട്, അതിൻ്റെ അമ്മ എവിടെയാണ് ചിലയ്ക്കുന്നതെന്ന് കേട്ട് ആ മരം കണ്ടുപിടിച്ച് ആ കിളിയെ പൂച്ച കൊണ്ടുപോവാതെ സൂക്ഷിച്ച് നമ്മുടെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കുകയാണ് ചെയ്തത്. നമ്മുടെ റിങ്കു ചെയ്ത നല്ല കാര്യമല്ലേ? അവന് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി അല്ലേ? നമ്മളും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഥ തീരുവാണ്. ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. നോട്ടിൻ്റെ കാര്യം മറക്കണ്ട, 12 രൂപയാണ്, താഴെ നമ്പറുണ്ടേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.